ഹലോ വ്യൂവേഴ്സ്, ലോക ചാപ്റ്റർ 1 ചന്ദ്ര ഒരു രക്ഷയില്ല കേട്ടോ. വേറെ ലെവൽ മൂവി, അന്യായ മൂവി. മലയാള സിനിമ എന്ന് പോലും പറയാൻ പറ്റുന്നില്ല, അമ്മാതിരി വലിയ മേക്കിംഗ് ആണ് കേട്ടോ. ഹോളിവുഡ് സിനിമകളോട് കടപിടിക്കുന്ന രീതിയിലാണ് ഈ സിനിമ ചെയ്തു വെച്ചിരിക്കുന്നത്. ഗ്രാഫിക്സ് ആണെങ്കിലും ടെക്നിക്കൽ വർക്ക് ആണെങ്കിലും അതുപോലെ തന്നെ സ്ക്രിപ്റ്റ് വൈസ് ആണെങ്കിലും ഡയറക്ഷൻ ആണെങ്കിലും ഒക്കെ ഒരു രക്ഷയില്ല കേട്ടോ. വേറെ ലെവലാണ് പടം. നിങ്ങൾ കാണാൻ പോകുന്നവരോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം, നിങ്ങളുടെ അടുത്ത് ഐമാക്സ് തിയേറ്റർ ഉണ്ടായാൽ ഫസ്റ്റ് പ്രിഫറൻസ് ഐമാക്സിന് കൊടുക്കുക. അതില്ലാത്ത നാട്ടിലാണ് നിങ്ങളെങ്കിൽ ഏറ്റവും ബെസ്റ്റ് സൗണ്ട് ക്വാളിറ്റിയും വിഷ്വൽ ക്വാളിറ്റിയും തരുന്ന തിയേറ്റർ മാത്രം നിങ്ങൾ ചൂസ് ചെയ്തിട്ട് ഈ സിനിമയ്ക്ക് പോവുക. എങ്കിലേ നിങ്ങൾക്ക് ഈ സിനിമയിലെ മൊത്തമായിട്ടുള്ള ആ ഒരു ഫീല് നിങ്ങൾക്ക് കിട്ടുള്ളൂ. ലോക്കൽ തിയേറ്ററിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സൗണ്ട് എഫക്റ്റും പിക്ചർ ക്വാളിറ്റി ഒന്നും കിട്ടണമെന്നില്ല. ഇപ്പം അത്രയ്ക്ക് മോശപ്പെട്ട തിയേറ്ററുകളൊന്നും കേരളത്തിൽ ഇല്ല. എങ്കിലും ഞാൻ പറയുവാണ്, സൗണ്ട് സിസ്റ്റത്തിന്റെ പ്രോബ്ലവും അതുപോലെ സ്ക്രീനിന്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ള ഒരുപാട് തിയേറ്റർ ഉണ്ട്. ആ തിയേറ്ററിലൊന്നും നിങ്ങൾ പോകാതിരിക്കുക. നിങ്ങൾ മാക്സിമം ചൂസ് ചെയ്യുക. കുറച്ച് വെയിറ്റ് ചെയ്തിട്ടാണെങ്കിലും സീറ്റ് കിട്ടുന്നില്ലെങ്കിൽ, ബുക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ കുറച്ച് വെയിറ്റ് ചെയ്തിട്ടാണെങ്കിലും നിങ്ങൾ നല്ല തിയേറ്ററിൽ തന്നെ പോയിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. ഫാന്റാസ്റ്റിക് മൂവി, വാക്കുകളില്ല കേട്ടോ പറയാനായിട്ട്. നമ്മുടെ മലയാളത്തിന്റെ അവഞ്ചേഴ്സ് എന്നൊക്കെ വേണേൽ പറയാം. അവഞ്ചേഴ്സിൽ ഹൽക്കോ അങ്ങനെയുള്ള ക്യാരക്ടർ ഉണ്ടല്ലോ, സൂപ്പർ ഹീറോ ക്യാരക്ടർ ഉണ്ടല്ലോ, ആ ക്യാരക്ടറിലെ മലയാളീകരിച്ചിട്ട് ഇവിടുത്തെ മാടൻ, കുട്ടിച്ചാത്തൻ, അതൊക്കെയാണ് കേട്ടോ നമ്മുടെ ഈ ലോകയിലെ സൂപ്പർ ഹീറോ ക്യാരക്ടറുകൾ. സിനിമയിലേക്ക് വരുമ്പം കല്യാണി പ്രിയദർശൻ ഒരു രക്ഷയില്ല. ചന്ദ്ര വേറെ ലെവൽ ആക്ടിങ് എന്നാണ്, വേറെ ലെവൽ ആക്ടിങ്. ഞാൻ ഈ 2 ദിവസം മുന്നേ ഒരു വീഡിയോ ചെയ്തിരുന്നു ഈ ലോകയെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ വെച്ച്. അപ്പം എൻ്റെ പ്രതീക്ഷയൊന്നും തെറ്റിയില്ല. അടിപൊളി ഇടിവെട്ട് മൂവിയാണ് കേട്ടോ. സൂപ്പർ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഫാമിലി ആയിട്ട് പോയിട്ട് കാണാം. കുട്ടികൾക്കും പിന്നെ അതുപോലെ ഈ യുവാക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. ഫാമിലി ഓഡിയൻസിന്, കുറച്ച് പ്രായക്കാർക്കൊക്കെ എത്രത്തോളം ഇത് ഡൈജസ്റ്റ് ആവുമെന്ന് അറിഞ്ഞൂടാ. പക്ഷേങ്കിൽ പടം പക്കാ വർത്താണ്. പിന്നെ ഇതിന്റെ BGM ഒക്കെ ഒരു രക്ഷയില്ല കേട്ടോ. ഒരു രക്ഷയില്ലാത്ത BGM സ്കോറാണ്. ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന ഡൊമിനിക് അരുണാണ്. അന്യായമായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് പ്രൊഡ്യൂസ് ചെയ്ത ദുൽഖർ സൽമാൻ ഒരു ബിഗ് സല്യൂട്ട്. കാരണം ഇങ്ങനെ ഒരു പ്ലോട്ട് എടുത്ത് ഇത്രയും വലിയ ബഡ്ജറ്റിൽ മലയാളത്തിൽ ഒരു സിനിമ എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺബിലീവബിൾ ആയിട്ടുള്ള കാര്യം കേട്ടോ. അന്യായമായിട്ട് ഇതുപോലെയുള്ള നല്ല നല്ല സിനിമകൾ ഇനിയും ഉണ്ടാവട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്ന ഓരോ നിമിഷവും. കാരണം ഈ സിനിമ അത്രത്തോളം നമ്മളെ എൻജോയ് ചെയ്യിപ്പിക്കും. അന്യായ സിനിമയാണ് കേട്ടോ. അതുപോലെ കല്യാണി പ്രദേശന്റെ ഒപ്പം തന്നെ നസ്ലിൻ, അതുപോലെ നമ്മുടെ ചന്തു, സലീം കുമാറിന്റെ മോൻ, അവരൊക്കെ അതിമനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ നിഷാന്ത് സാഗർ ചെയ്തിട്ടുണ്ട് നല്ലൊരു റോള്. പിന്നെ കുറെ കാമിയോ റോള് വരുന്നുണ്ട് ഈ സിനിമയിൽ. ഒരു 5 മിനിറ്റിൽ കുറെ കാമിയോ റോള് വന്നു പോകുന്നുണ്ട്. ഞാൻ ആരാന്നൊന്നും പറഞ്ഞ് സ്പോയിൽ ചെയ്യുന്നില്ല. നിങ്ങൾ പോയിട്ട് തിയേറ്ററിൽ പോയിട്ട് കാണുക. കൂടുതൽ കഥയുടെ പശ്ചാത്തലവും ഞാൻ പറയുന്നില്ല. ആ ഒരു നിങ്ങൾക്ക് കാണാനുള്ള ഒരു ആകാംക്ഷ അല്ലെങ്കിൽ നിങ്ങളുടെ സസ്പെൻസ് പൊളിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എഡിറ്റ് ചെയ്തിരിക്കുന്നത് ചെമ്മൻ ചാക്കോ ആണ് കേട്ടോ. ചെമ്മൻ ചാക്കോ ഒരു രക്ഷയില്ല. അന്യായ എഡിറ്റിംഗ്, പട്ടാ എഡിറ്റിംഗ് ആണ് കേട്ടോ. നമ്മളെ ഒരു സെക്കൻഡ് പോലും ലാഗ് ചെയ്യിപ്പിക്കില്ല ഈ പടം. അതുപോലെ തന്നെ ജെക്സ് ബിജോയുടെ BGM, അമ്പോ മ്യൂസിക് ഒരു രക്ഷയില്ല, വേറെ ലെവലാണ്. അതുപോലെ സിനിമാറ്റോഗ്രാഫി ചെയ്തിരിക്കുന്നതൊക്കെ ഒന്നും പറയാനില്ല കേട്ടോ. എന്താ എനിക്ക് എങ്ങനെ ഇത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതെന്ന് അറിയില്ല. കാരണം അമ്മാതിരി വിഷ്വൽ ക്വാളിറ്റി ഡിമാൻഡ് ചെയ്യുന്നൊരു പടം കേട്ടോ. ഒരു രക്ഷയില്ല കേട്ടോ. ഒരു രക്ഷയില്ലാത്ത രീതിയിൽ മേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അടുത്ത പാർട്ടിനേക്ക് വേണ്ടി സിനിമ എൻഡ് ചെയ്ത് അവസാനിപ്പിച്ചിട്ടുണ്ട്. അടുത്ത പാർട്ടും ഉണ്ടാവും. അടുത്ത പാർട്ടിന് വേണ്ടി മോസ്റ്റ് വെയിറ്റിംഗ് ആണ് കേട്ടോ. മോസ്റ്റ് വെയിറ്റിംഗ് മൂവികൾ ഇപ്പം ഫസ്റ്റിൽ നിൽക്കുന്ന ഈ പടമാണ്. കാരണം അത്രത്തോളം എൻഗേജിങ് ആണ് പടം. നമ്മുടെ ഒരുപാട് നമ്മൾ കണ്ട് ശീലിച്ച അല്ലെങ്കിൽ കേട്ടറിഞ്ഞ മിത്തുകൾ, പഴയ കാലഘട്ടത്തിൽ നമ്മൾ അറിഞ്ഞ കാര്യങ്ങൾ, അതൊക്കെയാണ് ഈ സിനിമയിൽ. പിന്നെ അവരൊക്കെയാണ് സൂപ്പർ ഹീറോ ക്യാരക്ടറായിട്ട് വരുന്നത്. പിന്നെ ആ ക്യാരക്ടറുകൾ നമുക്ക് മുന്നിൽ ഇങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്ക് എന്താണെന്നറിഞ്ഞൂടാ. നമുക്കൊരു ചിത്രകഥ, പണ്ടത്തെ ചിത്രകഥയൊക്കെ ഇല്ല, ഫാൻഡം അങ്ങനെയൊക്കെ, ഒരു ചിത്രകഥ വായിച്ച, ഒരു സൂപ്പർ ഹീറോയുടെ ചിത്രകഥ വായിച്ച ഒരു ഫീലാണ് നമുക്ക് ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ കിട്ടുന്നത്. മിന്നൽ മുരളിയെക്കാട്ടിൽ നല്ലതാണ് ഈ സിനിമ എന്ന് ഞാൻ പറയും. ടെക്നിക്കലി അത്രയ്ക്ക് വെൽ പെർഫെക്റ്റ് ആണ്. സ്ക്രിപ്റ്റ് വൈസ് ആണെങ്കിലും ഡയറക്ഷൻ വൈസ് ആണെങ്കിലും ഒക്കെ അടിപൊളിയായിട്ട് ഡൊമിനിക് അരുൺ ഇത് ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു മലയാള സിനിമ എന്ന് നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിശ്വസിക്കില്ല. അമ്മാതിരി ചെയ്തു വെച്ചിട്ടുണ്ട്. കളർ ഗ്രേഡിങ്, DI ഒക്കെ ചെയ്തിരിക്കുന്ന, സൗണ്ട് ഡിപ്പാർട്ട്മെന്റ് എല്ലാം പക്ക, ഒന്നും നമുക്ക് കുറ്റം പറയാനില്ല. അതിമനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ല തിയേറ്റർ നോക്കിയിട്ട് പോവുക. കല്യാണി പ്രദർശന്റെ കാര്യമൊന്നും പറയാൻ പറ്റില്ല. ആക്ഷൻ രംഗങ്ങളൊക്കെ ചെയ്തിരിക്കുന്ന ഗംഭീരം, ഒന്നും പറയാനില്ല.
ഇപ്പം നാളെ ഓടും കുതിര ചാടും കുതിര ഉണ്ട്, അതുകൂടെ ഹിറ്റായി കഴിഞ്ഞാൽ കല്യാണി പ്രിയദർശൻ വേറെ ലെവലായിരിക്കും മലയാള സിനിമയിൽ. പിന്നെ ഈ സിനിമ എന്ന് പറയുന്നത് ചന്ദ്ര എന്ന് പറയുന്ന ലോക എന്ന് പറയുന്ന സിനിമ പാനിൻ്റെ മൂവി പോലെ അവർ പല ലാംഗ്വേജിൽ ഇറക്കിയിട്ടുണ്ട്. എനിക്ക് ഞാൻ കുറേ റിവ്യൂ കണ്ടു, പിന്നെ നോർത്ത് ഇന്ത്യയിൽ അടക്കമുള്ള, അതുപോലെ സൗത്ത് ഇന്ത്യയിൽ മിക്ക സ്റ്റേറ്റിൽ നിന്നുള്ള എല്ലാവരും നല്ല റിവ്യൂ ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ സിനിമയുടെ റേഞ്ച് മാറാൻ പോവാണ്. ഓണക്കാലത്ത് വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റും ഈ പടത്തിന്. അതുപോലെ ലാലേട്ടൻ്റെ ഹൃദയപൂർവ്വം വന്നിട്ടുണ്ട്, അതിനും അത്യാവശ്യം നല്ല റിവ്യൂ ആണ്, ഇതിന് നല്ല റിവ്യൂ ആണ്. ഇന്ന് നിങ്ങൾ കണ്ട ഇങ്ങനെ ഈ സിനിമയ്ക്ക് ഇനിയിപ്പോൾ നിങ്ങൾ ഇന്നല്ലേ നാളെ പോകാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്, 2 സിനിമ കണ്ടു കഴിഞ്ഞാലും രണ്ട് ഡിഫറെൻറ്റ് ജേണൽ കഥകളാണ്. അപ്പോൾ രണ്ടും നിങ്ങളെ ഒരിക്കലും ഡിസപ്പോയിൻ്റ് ചെയ്യില്ല. നിങ്ങൾക്ക് ധൈര്യമായിട്ട് പോയി ടിക്കറ്റ് എടുത്തിട്ട് സിനിമ കാണാം. കാരണം ചന്ദ്ര നിങ്ങൾ തീർച്ചയായിട്ടും മലയാളികൾ പ്രത്യേകിച്ച് കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ്. കാരണം നമുക്ക് അടുത്ത കാലത്തൊന്നും ഇത്രയും വലിയ ക്വാളിറ്റി ഉള്ളൊരു പടം, ഇത്രയും വലിയ എൻഗേജിങ് ആയിട്ടുള്ളൊരു പടം കിട്ടിയിട്ടില്ല. മിന്നൽ മുരളിക്ക് ശേഷം ഇങ്ങനൊരു സിനിമയാണ് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളത് മിസ്സാക്കാതെ കാണാനായിട്ട് ശ്രമിക്കുക. ഒരിക്കൽ കൂടെ ഞാൻ പറയുന്നു, നിങ്ങൾക്ക് ഏറ്റവും നല്ല സൗണ്ട് സിസ്റ്റവും നല്ല ക്വാളിറ്റിയുള്ള സ്ക്രീനുള്ള തിയേറ്ററുകളിൽ മാത്രം പോയിട്ട് ഈ സിനിമ കാണാൻ ശ്രമിക്കുക. ഇനി നിങ്ങൾക്ക് ടിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ടിക്കറ്റ് കിട്ടുന്നിടം വരെ വെയിറ്റ് ചെയ്യുക. കാരണം ഇനി വരുന്ന വീക്കെൻഡാണ്, അപ്പോൾ നല്ല റഷ് ഉണ്ടാവും തിയേറ്ററിലൊക്കെ. അപ്പോൾ നിങ്ങൾ നല്ല തിയേറ്റർ ചൂസ് ചെയ്തിട്ട് സിനിമ കാണാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങളുടെ കൊടുക്കുന്ന കാശിന് വർത്താണ്, 100% വർത്താണ് സിനിമ. മസ്റ്റായിട്ട് വാച്ച് ചെയ്യുക. നിങ്ങളെ എന്തായാലും ലോക ചന്ദ്ര ഞെട്ടിക്കും.